ഞങ്ങൾ പലേഡിയം മാളിൽ വന്നു കൊടുക്കുകയാണ്. ഇവിടെ അത്യാവശ്യം വലിയൊരു മാളാണ്. പിന്നെ ഭയങ്കര വെയിലായ കാരണം സഹിക്കാൻ പറ്റാത്ത കാരണം ഇനി ബാക്കി കാണാൻ വിചാരിച്ച സ്ഥലമൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് ചൂടൊന്ന് കുറഞ്ഞിട്ട് വൈകിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും വെയിൽ കൊണ്ടിട്ട് മതി. ഇതെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വലിയ മാളാണ്. ഞാൻ പുറത്തുനിന്നുള്ള വ്യൂ ആദ്യം കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. കാരണം ഭയങ്കര ചൂടായ കാരണം ആദ്യം തന്നെ ഉള്ളിൽ കയറി. ഡാഡി വെള്ളം മേടിച്ചിട്ട് വരുന്നു. മമ്മി എന്തെങ്കിലും എക്സ്പ്രഷൻ. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവാണ്. അതിലെന്താണ് കാണിച്ചാൽ മതി. ഞാൻ എന്താ സംഭവം എന്ന് കരുതി. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ചോദിച്ചു. അതിൽ പോയിട്ട് ഈ ലേസർ അടിക്കും, അതിൽ എന്തൊക്കെയോ കുറേ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കെമിസ്ട്രിയും ഫിസിക്സും പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്ത് ആ ലേസറിന് രക്ഷപ്പെടുകയാണ് വേണ്ടതെന്നൊക്കെ അവർ ഹിന്ദിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകും. മമ്മിയും ഡാഡിയും ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. ഞാനും ചായ കുടിക്കാറില്ല. അതുകൊണ്ട് ഞാൻ അവരുടെ വീഡിയോ എടുക്കും. ഉച്ചയായ കാരണം നമ്മൾ പുറത്തുനിന്നുള്ള എങ്ങനെയുണ്ട് മാള് എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല അടിപൊളിയാണ് പലേഡിയം മാള്. വണ്ടി വരുന്നത് നല്ല തിരക്ക്. അപ്പോൾ ഇപ്പോൾ വൈകിട്ട് ഞങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും വൈകിട്ടായി. ഇപ്പം പിന്നെ വെയിൽ കുറവുണ്ട്. അപ്പം എന്തായാലും ഇതാണ് പലേഡിയം മാള്. അഹമ്മദാബാദിലത്തെ ഒരു വലിയ മാളാണ്. ഇതിൽ കുറേ മാളുണ്ട്.
വലിയ മാളായിരുന്നു. മാത്രമല്ല ചൂട് കൂടി സഹിക്കാൻ പറ്റാത്ത കാരണമാണ് ഞങ്ങൾ മാളിൽ പോകാൻ വിചാരിച്ചാൽ. അല്ലെങ്കിൽ വേറെ കുറേ പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാനൊക്കെ കുറച്ച് കട്ട് ചെയ്തു. ഭയങ്കര ഡീഹൈഡ്രേഷൻ. ഗെയിം കളിക്കാൻ വരുന്ന പോലത്തെ ആ ഒരു സീനാണ് ഓർമ്മ വരുന്നത് ഇതിലത്തെ ഓരോന്ന് കാണുമ്പോൾ. ഓൾമോസ്റ്റ് എല്ലാ മാളിലും കാണുന്ന എല്ലാ സംഭവത്തിനെക്കാളും കൂടുതൽ ഈ ഒരു ഒറ്റ മാളിൽ നമുക്ക് കാണാനുണ്ട്.